ഹാർവാർഡ് യൂണിവേഴ്സിറ്റി ഒരു സ്റ്റഡി നടത്തി. ആ സ്റ്റഡി നടത്തിയിട്ട് ഏതാണ്ട് 75 വർഷക്കാലത്ത് സ്റ്റഡിയായിരുന്നു. അപ്പോൾ അവരോട് പല ചോദ്യങ്ങൾ ചോദിക്കുമായിരുന്നു. അതിൽ പണക്കാരുണ്ടായിരുന്നു, പാവപ്പെട്ടവരുണ്ടായിരുന്നു, എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകളുണ്ടായിരുന്നു, അൺഎഡ്യൂക്കേറ്റഡ് ആയിട്ട് ആളുകളുണ്ടായിരുന്നു, പ്രഗത്ഭരുണ്ടായിരുന്നു, എല്ലാവരും വില്ലേജുകളിൽ വരുന്നവരുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും അവിടെ പഠിച്ചത് 75 വർഷക്കാലത്തോളം. അവസാനം അവർ ചോദിക്കുന്ന ചോദ്യങ്ങളെല്ലാം ഒറ്റ ചോദ്യത്തിലേക്ക് അവർ കൊണ്ടുവരികയാണ്. ആ ചോദ്യങ്ങളായിരുന്നു, what makes you healthy and happy? What makes you healthy and happy? എല്ലാവരും പറഞ്ഞ ഉത്തരം, it is close relationship. It is close relationship. ഒരാളെ ആരോഗ്യവാനാക്കുന്നത്, ഒരാളെ സന്തോഷവാനാക്കുന്നത് നല്ല ബന്ധങ്ങളാണ് എന്നാണ് പറഞ്ഞത്. നമുക്കറിയാം, ബന്ധങ്ങൾ പലതുണ്ട്. ഭാര്യാഭർത്തൃ ബന്ധം, സൗഹൃദ ബന്ധങ്ങൾ, ഈശ്വരനുമായിട്ടുള്ള ബന്ധം, ദൈവവുമായിട്ടുള്ള ബന്ധം, അങ്ങനെയെല്ലാം നമുക്ക് പറയുന്നത്. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ നമ്മൾ ഹാപ്പി ആവുന്നത്, നമ്മൾ ഹെൽത്തി ആവുന്നത് നല്ല ബന്ധങ്ങളിലൂടെയാണ്. അതുകൊണ്ട് ബന്ധങ്ങൾ സ്ഥാപിക്കുക, ബന്ധങ്ങൾ നിലനിർത്തുക. വല്ലപ്പോഴൊക്കെ വീട്ടിൽ നിന്ന് എഴുന്നേറ്റ് സുഹൃത്തുക്കളെ കാണാൻ വേണ്ടി പോവുക. വെറുതെ അടുക്കളയിൽ കയറി അല്ലെങ്കിൽ വീട്ടിൽ കയറി അടയിരിക്കാതെ പുറത്തേക്കൊക്കെ പോയി മനുഷ്യരെ കാണുവാൻ, അവരോട് കുശലം പറയുവാൻ, അവരോട് ചിരിക്കുവാനൊക്കെ നിങ്ങൾ കഴിയട്ടെ എന്ന് ഞാൻ പ്രത്യേകമായിട്ട് ആശംസിക്കാം. മറ്റൊരു കാര്യം, നിങ്ങളുടെ കുട്ടികളുണ്ടായിരിക്കും ഡൽഹിയിൽ കാരിത്താസ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു സ്ഥാപനമാണ്. അത് ശൈലി പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാമൂഹ്യ സേവനം നടത്തുന്ന ഒരു പ്രസ്ഥാനമാണ്. അതായത് കത്തോലിക്കൽ സ്ഥാപിച്ച ഒരു പ്രസ്ഥാനമാണ്. അതിൻ്റെ ഡയറക്ടറായിരുന്ന രവീന്ദ്രനാഥ് സന്ദേശ് ഈ മാതൃദിനം ആഘോഷിച്ചപ്പോൾ ഒരു സംഭവം ഷെയർ ചെയ്യുകയുണ്ടായി. ആ സംഭവം ഈ അടുത്ത കാലത്ത് രോഗിയെ തിരുന്നാൾ പ്രത്യേകമായിട്ട് എടുത്ത് പറഞ്ഞതായിട്ട് ഞാൻ കാണുന്നില്ല. സംഭവം എങ്ങനെയാണ്? ഒരു പ്രായമായ സ്ത്രീ ഹോട്ടലിൽ നിന്ന് കുറച്ച് ഭക്ഷണം ഓർഡർ ചെയ്തു. കുറേ നേരം കഴിയുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ ആ ഭക്ഷണവും കൊണ്ട് വീട്ടിലേക്ക് വരികയാണ്. അയാൾ വന്ന് ബെല്ലടിച്ചു. ബെല്ലടിച്ചു കഴിഞ്ഞപ്പോൾ ആ പ്രായമായ സ്ത്രീ പുറത്തേക്ക് വന്ന് എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, നിങ്ങൾ ഓർഡർ ചെയ്ത ഭക്ഷണം കൊണ്ട് ഞാൻ വന്നിരിക്കുന്നതാണ്. വളരെ സന്തോഷത്തോടെ വാങ്ങിച്ചു. ചുക്കിച്ചുളിഞ്ഞ മുഖം, ആകെ അവശയായിരിക്കുന്നു. അങ്ങനെ ഈ ഭക്ഷണം പൊതി വാങ്ങി കഴിഞ്ഞപ്പോൾ ആ സ്ത്രീ ഈ യുവാവിനോട് പറയുകയാണ്,